അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ രാജ്യത്ത് എന്തെല്ലാം വിഷയങ്ങൾ നടക്കുന്നുണ്ട്, എന്തെല്ലാം ചോദിക്കാനുണ്ട്, എന്തെല്ലാം അറിയാനുണ്ട്. നമുക്കറിയാം, ഇന്നൊന്ന് ഒരു മോളെ മരണം, കൊലപാതകം, അതുപോലെ രാഷ്ട്രീയപരമായിട്ടുള്ള പല വിഷയങ്ങൾ, രാഷ്ട്രീയമായ, സാംസ്കാരിക, സാമൂഹികമായിട്ട് പല വിഷയങ്ങളും നമ്മളുടെ ഇടയിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ പല പ്രതിസന്ധികളും പല വിഷയങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുമ്പോഴും അതൊന്നും ചർച്ച ചെയ്യാതെ എപ്പോഴും ചില ആൾക്കാർക്ക് എന്താ പറയുക, ഈ ഇസ്ലാം അല്ലെങ്കിൽ ഈ തട്ടമിട്ട് കണ്ടു കഴിഞ്ഞാൽ, തൊപ്പിയിട്ട് കണ്ടു കഴിഞ്ഞാൽ അവരോട് വല്ലാത്തൊരു എന്താ പറയുക, സ്നേഹമാണ്. ഒന്നുമില്ല, അവരുടെ ഇഷ്ടം കൊണ്ടാണ്. അവർ രാജ്യത്തെ സ്നേഹിക്കുന്നവരാണോ അല്ലെങ്കിൽ വേറൊന്നും കലാണോ? അപ്പം അങ്ങനെയാണല്ലോ. അപ്പോൾ അവരോട് പറ്റി അവരുടെ ഉള്ളിൽ കിടക്കുന്ന രാജ്യത്തിനെ അളക്കാൻ വേണ്ടിയിട്ടും പലതുമാണ്. ഒരു പണിയില്ലാത്ത ഓരോരുത്തന്മാർ, ഒരു പണിയില്ലാത്തവർ ഇല്ല. അതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചത്. ഈ രാജ്യത്ത് പല സംഭവങ്ങൾ നടക്കുന്നുണ്ട്. എന്തെല്ലാം നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഇവിടുത്തെ വികസനങ്ങളെക്കുറിച്ചായാലും അതിൽ ഓരോ ദിനം പ്രതി വില ഓരോന്നിനും കൂടിക്കൂടി വരികയാണ് അല്ലേ. ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് സത്യത്തിൽ നമ്മുടെ നാട്ടിലുള്ളത്. അതൊക്കെ ഉണ്ടായിട്ട് സാമൂഹികപരമായിട്ട്, സാമുദായികപരമായിട്ട് നമ്മുടെ ഇടയിൽ ചർച്ച ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ടായിട്ടും ചില ആൾക്കാർക്ക് എന്താ പറയുക, ഒരു വിഭാഗത്തിൻ്റെ രാജ്യത്തിനെ അളക്കാൻ തന്നെ നേരം. ഞാൻ ഇതിനിത് പറയുന്നറിയും, ഒരു വീഡിയോസ് ഉണ്ട്. ഈ ഒരു ചങ്ങായി മൈക്കും തൂക്കി പിടിച്ചിട്ട് ഇങ്ങനെ ചെറിയ മക്കളോട്, ഈ പെൺമക്കളോട്, അത് മുസ്ലിംസാണ് അധികവും, ആ മക്കളോട് ഇങ്ങനെ ചോദ്യം ചോദിച്ച് നടക്കുകയാണ്. എന്താ ചോദിക്കുന്നറിയോ? മതമാണോ വലുത്, രാജ്യമാണോ വലുത്? ശരിക്കും പറഞ്ഞാൽ വിശ്വാസമാണോ വലുത് അല്ലെങ്കിൽ രാജ്യമാണോ വലുത്? നമുക്കതിന് മറുപടി ഒന്നേ ഉള്ളൂ. എന്താ, നമ്മൾ സാധാരണ നമ്മളൊരാശയത്തിൽ എല്ലാവർക്കും അവനവൻ്റെ വിശ്വാസം വലുതാണ്. മതം എന്ന് പറഞ്ഞാൽ അതൊരു വിശ്വാസമാണ് അല്ലേ. വിശ്വാസം ഓരോരുത്തർക്കും വലുതാണ്. അല്ല അതിങ്ങനെ കയറി ചെന്നിട്ട് അതിനെ അളക്കാൻ നിൽക്കേണ്ട ഒരാവശ്യം, അത് അളക്കാൻ ആർക്കും ഇവിടെ ആരും അധികാരപ്പെടുത്തിയിട്ടുമില്ല. അതേത് മതത്തിൻ്റെ ആയാലും. അപ്പോൾ ഈ ചങ്ങായി മൈക്കും തൂക്കി പിടിച്ചിങ്ങനെ ചോദിക്കാം. അവൻ മക്കൾ അല്ലേ, അവരവരുടെ ആ രീതിയിൽ പറയുന്നുണ്ട് രാജ്യമാണ് വലുത്. ശരി, രാജ്യവും. പക്ഷേ ഞാൻ പറയുന്നു, നമുക്ക് രണ്ടും വലുതാണ്. വിശ്വാസവും വലുതാണ്, രാജ്യവും വലുതാണ്. നമ്മുടെ രാജ്യവും നമുക്ക് വലുതാണ്, നമ്മുടെ വിശ്വാസവും വലുതാണ്. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം. അപ്പോൾ ഇതിങ്ങനെ ചോദിക്കാം. ഇവനിക്കൊന്നും വേറെ പണിയില്ല. നിങ്ങളത് കണ്ടോക്കിയേ. മതമാണോ രാജ്യമാണോ വലുത്? എനിക്കറിയാൻ പാടില്ല. എന്നാലും ഒരു ഊഹം വെച്ചിട്ട് മതമാണോ രാജ്യമാണോ? രാജ്യം. കുട്ടിക്ക് എന്താ പറയാനുള്ളത്? രാജ്യം. കുട്ടിക്കോ? രാജ്യം. എന്തുകൊണ്ടാണ് രാജ്യം എന്ന് പറഞ്ഞത്? ഇങ്ങോട്ട് നിൽക്കി, ക്യാമറമാൻ അങ്ങോട്ട് നിൽക്കി. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കൂ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് രാജ്യത്തിലല്ലേ ജീവിക്കുന്നത്. അപ്പൊ അതാണ് എനിക്കങ്ങനെ തോന്നണേ. പറയുന്നില്ല. ഇവിടെ ഈ ചോദ്യത്തിന് എന്ത് പ്രസക്തിയുള്ളത്? ഇത് ഒരു വല്ലാത്ത എന്താ പറയുക, അതും ഞാൻ പറഞ്ഞല്ലോ, ഒരു വിഭാഗത്തെ മാത്രം ലാക്കാക്കിക്കൊണ്ടെങ്കിൽ ചോദിക്കുന്നു. രാജ്യം എല്ലാവർക്കും വലുതാണ്, വിശ്വാസം വലുതാണ്. അത് പ്രത്യേകിച്ച് ചോദിച്ചിട്ട് ഓരോരുത്തരും ഉള്ളിൽ കിടക്കുന്ന വിശ്വാസത്തെ അളന്നെടുക്കാൻ ഇവിടെ ആരാ ഏൽപ്പിച്ചിന്? ഈ ചോദിക്കുന്നവൻ്റെ മനഃശാസ്ത്രം എന്തായിരിക്കും? അവൻ്റെ ഉള്ളിൽ എന്തായിരിക്കും? ഇവിടെ രാജ്യത്തിൻ്റെ പേരും പറഞ്ഞ് ഇതിനെ കുട്ടിച്ചോറക്കാൻ നടക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. വിശ്വാസത്തിൻ്റെ പേരും പറഞ്ഞ് ഓരോരുത്തർ ഓരോ തീറ്റിക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. നമുക്കറിയാലോ, ഹിന്ദു സഹോദരന്മാർ, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നവർ അവരും ഉണ്ടാവും. അല്ലെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴും യഥാർത്ഥ സത്യാവസ്ഥയോടുകൂടി അല്ലെങ്കിൽ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം. ഈ രാജ്യത്ത് അവനവൻ്റെ വിശ്വാസത്തിനും വിലയുണ്ട്, അതിനേക്കാളപ്പുറം രാജ്യത്തിനും വിലയുണ്ട്. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകും. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഇനി വിശ്വാസമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓക്കെ, നിരീശ്വരവാദിയായിട്ടോ അല്ലെങ്കിൽ യുക്തിവാദിയൊക്കെ ആയി ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചാണെങ്കിൽ ഓക്കെ, അവർക്ക് പ്രത്യേകം വിശ്വാസത്തിൻ്റെ കാര്യം അവരോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ പ്രത്യേകം ഒരു എടുത്തു പറയുന്നത് പോലെ ആ ചോദ്യത്തിൻ്റെ ഒരു എന്താ പറയുക,
നമുക്കൊരു ഒരു ഒരു വല്ലായ്മ ഉണ്ട്. കാരണം ആ ചോദിക്കുന്നവൻ്റെ ഉദ്ദേശശുദ്ധി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ വിശ്വാസക്കാർക്കും ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്, രാജ്യം എല്ലാവർക്കും വലുതാണ്. അതുപോലെ തന്നെ വിശ്വാസവും. പിന്നെ ആ കുഞ്ഞുമക്കൾ, ആ ചെറിയ മക്കളാണ്, നമ്മളൊക്കെ മക്കളെ പറയാനുണ്ടാവും. ആ മക്കളോട് ചോദിക്കുമ്പോൾ അല്ലേ, അവർ ഇനി അഥവാ ആ മക്കൾ മോളെ ഏതെങ്കിലും ഒരു കുട്ടി വിശ്വാസമാണെന്ന് പറഞ്ഞു പോയി, എന്തായിരിക്കും പുകിൽ? രാജ്യത്തോട് കൂറില്ലാത്തവരാണ് മുസ്ലിങ്ങൾ, അവർ അങ്ങനെയാണ് പഠിപ്പിച്ച് വരുന്ന, തലമുറയിൽ പഠിപ്പിക്കുന്നതും അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വീമ്പളക്കൂലി എന്തെല്ലാം ചർച്ചകൾ, എന്തെല്ലാം ഇവൻ്റെ കണ്ണ് വേറെടുത്തൂല. പിന്നെ വേറൊന്നും കൂടി കാണിച്ചു തരാം. ഇവിടെ ഈ രാജ്യത്ത് മറ്റൊരു നമ്മുടെ ഹിന്ദു മതത്തിൽപ്പെട്ട ഹിന്ദു സഹോദരന്മാരെല്ലാവരെയും ഞാൻ പറയില്ല, ഈ തലയിൽ ചാണകമുള്ള കുറച്ച് ടീമുണ്ടല്ലോ, അവർക്ക് ഈ ചാണകം കൂടി തീറ്റിക്കാണ്. ചാണകം ഔഷധമാണ്, അതിൻ്റെ മൂത്രം, പശുവിൻ്റെ മൂത്രം അതാണ്, അതിൻ്റെ ചാണകം ഔഷധമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ അണികളെ കൊണ്ട് തീറ്റിക്കാൻ നടക്കാവുന്ന ഓരോരുത്തരന്മാർ. എന്നാൽ ഇവരുടെ മുമ്പിൽ അത് വെച്ചു കൊടുക്കുമ്പോൾ ഈ ചോദിക്കുന്നവർക്ക് ഇതൊന്നും കാണാനുണ്ടാവില്ല. എടോ വിശ്വാസവും ഇതൊക്കെ കൂട്ടിക്കാലത്താണ്. ആദ്യം ഇങ്ങനത്തെ എല്ലാം പോയിട്ട് ചെയ്യും, അല്ലെങ്കിൽ പറയും. അതാണ് ആണത്തം. അല്ലാണ്ട് വെറുതെ വഴിയെ നടന്നു പോകുന്ന ചെറിയ മക്കളോട് പോയിട്ട് വിശ്വാസവും രാജ്യസ്നേഹവും ഒന്നും കൂട്ടിക്കാലത്താൻ നിൽക്കരുത്. ഞാനിത് പറയാൻ കാരണം തരും, അതുകൊണ്ടാണ് പറയുന്നത്, നല്ല ഹിന്ദുക്കൾ, നല്ല ഹൈന്ദവരായവർ നമ്മളുടെ ഇടയിലുണ്ട്. നല്ല ഗാന്ധിയരായ ഹിന്ദുക്കൾ എപ്പോഴും പറയുന്നവർ അവരെല്ലോട്ടോ. ഈ തലയിൽ ചാണകം കയറിയ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അണികൾ എന്ത് പറയാനും കേൾക്കാൻ, അവരെ കൊണ്ട് പശുവിൻ്റെ മൂത്രം കുടിപ്പിക്കാനും ചാണകം തിന്നിക്കാനൊക്കെ മേലെയുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഞാനിത് പറയാൻ കാരണം അത് ചെയ്യും, നേരെ വെച്ച് ഇവരത് ചെയ്യൂല. രാജ്യം വല്ലം ബിൽദാന്ന് പറഞ്ഞ് നടക്കുന്ന മനുഷ്യന്മാർ, അവർ വിശ്വാസം ബിൽദാണ്. എന്നിട്ടോ അണികളിൽപ്പെട്ട ഈ തലയിൽ ഓളയില്ലാത്ത കുറച്ച് മനുഷ്യന്മാർ അതിൻ്റെ എല്ലാം ഔഷധമാണെന്ന് പറഞ്ഞാൽ അത് ഒരു ഭാഗത്ത് അതൊക്കെ നടക്കുന്നത്, അതൊന്നും ഈ ചാനലുകാർ കാണൂല. ഞാനൊരു ഇത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അതായത് ചങ്ങായി എന്തോ സന്യാസി എന്തുവാണ്, എല്ലാവരെ കൊണ്ടും ഈ പറയുന്ന പോലെ കുറച്ച് പാവങ്ങളിൽ പെട്ടുപോയി. എന്ത് ചെയ്യാൻ? സത്യത്തിൽ അവർ അത് സത്യം അറിയാത്തതുകൊണ്ടാണ്. പശുവിൻ്റെ ചാണകം ഔഷധമാണ്, അതായത് അണികളെ കൊണ്ട് തീറ്റിപ്പാണ്. ഏതണികൾ? ഈയിൽപ്പെട്ട കുറച്ച് സംഘികളായ അണികൾ, അവരെ കൊണ്ട് ഇത് തീറ്റിപ്പിക്കുകയാണ്. എത്രയോ അങ്ങനെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. നേരെ മറിച്ച് ഇവരോട് തിന്നാൻ പറഞ്ഞാൽ തൊടൂല. ഞാൻ ആ ഒരു വീഡിയോസ് കാണിച്ചാൽ നിങ്ങളെ കണ്ടോക്കി. देसी गाय का गोबर ही शुद्ध है, लेकिन ऐसे देखकर पता नहीं चलता। ये पता चलता उसके भी गुण होंगे, पर वो यहाँ पे अब कहाँ लिबर्टी ले आए हम आपके बीच में। तो ये क्या ये इसको, जैसे अगर कोई आपके जितना जानने वाला नहीं है, उसको शुद्ध के बारे में पता नहीं है, शुद्ध देसी, आपने कहा गोबर का इस्तेमाल करो, वो इसका इस्तेमाल क्या सौंदर्य प्रसाधन में कर सकता है? शुद्ध देसी गाय, भैंस का नहीं और जर्सी का नहीं। जर्सी का तो बिल्कुल नहीं, भैंस का तो बिल्कुल नहीं, केवल शुद्ध देसी गाय वेद लग। മതി ഇതെന്തിനാ കാണിച്ചതറിയോ? നേരത്തെ ഈ മൈക്കും പിടിച്ച് തൂങ്ങിയില്ല എടുത്ത് ചെറിയ മക്കളോട് വിശ്വാസ രാജ്യവെഴുത്. എടോ ആദ്യം ഞാൻ അവരിലേക്ക് എൻ്റെ ഈ കോണത്തിലെ മൈക്കും പിടിച്ച് പോകും. ചാണകത്തിന് ഔഷധം അതായത് പറഞ്ഞിട്ട് ലാസ്റ്റ് ഏതൊരു ചർച്ച ചെയ്തേതാ എന്ന് നമുക്കറിയില്ല. ആ ചങ്ങാതി അവതാരകൻ ചോദിക്കുന്ന കുറച്ച് ചാണകം എടുത്തിട്ട് നിങ്ങളിത് ഔഷധം എന്നാണ് പറയുന്നത്, പിന്നെ നിങ്ങൾ കഴിക്കുന്നു അന്നേരമല്ലോ ഒഴിഞ്ഞു മാറാന്ന് മൂപ്പർ, ആ സന്യാസം ഒഴിഞ്ഞു മാറാന്ന്. അങ്ങേരെ കൂടെ തിന്നാൻ പറ്റില്ല. അങ്ങേരെ തിന്നാൻ പറഞ്ഞാൽ അപ്പോൾ ഔഷധമല്ല. ഇതൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കണം. എൻ്റെ പ്രിയപ്പെട്ട നല്ലവരായ ഇന്ത്യ സഹോദരി സഹോദരന്മാരുണ്ടോ, ഇനിയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഞാനത് കണ്ടപ്പോൾ ഇത് അതിൻ്റെ കൂടെ ഒന്ന് ചേർത്തിന്ന് മാത്രം. അതുകൊണ്ട് വിശ്വാസം ഒന്നും ആരും അളക്കാമെന്ന് കണ്ട. അപ്പോൾ മൂപ്പർ തിന്നാണ്ട് മാറണം, അപ്പോൾ അത് അശുദ്ധിയായി. അപ്പോൾ അതിൻ്റെ ഔഷധം ഗുണമെല്ലാം പോയി. സ്വന്തം അവരോട് തിന്നാൻ പറയുമ്പോൾ അതിൻ്റെ ഔഷധം ഗുണം പോയി. പാവങ്ങളെ കൊണ്ട് തീറ്റിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവരോട് ഇതിലിങ്ങനെ വല്ല അഡിക്റ്റായിപ്പോയ ഈ ചാണകം തലയ്ക്ക് കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഞാൻ ആ ഒരു പ്രത്യയശാസ്ത്രം ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇതിൽ പെട്ടുപോയിട്ട് ഇത് അനുധാവനം ചെയ്തിട്ട് തിന്നാനും കുടിക്കാനൊക്കെ നിൽക്കുന്ന പാവങ്ങൾ, സത്യം പറഞ്ഞാൽ അവരോട് വെറുപ്പും ദേഷ്യമൊന്നുമല്ല, സത്യം ഒരു സഹതാപമാണ് തോന്നുന്നത്. അതുകൊണ്ട് മയക്കും തൂക്കി നടക്കുന്ന ഇമാതിരി മനുഷ്യന്മാരോട് പറയണത്, നിങ്ങൾ മയക്കും തൂക്കി നടക്കുമ്പോൾ ആദ്യം ഇങ്ങനത്തെ അടുത്ത് പോയി തോന്നും. നമ്മൾ വിശ്വാസവും രാജ്യസ്നേഹം എന്ത് ചെയ്യുന്നത് വല്ലാണ്ട് കൂട്ടിക്കാർത്താന്ന് കണ്ട. അവനവൻ്റെ വിശ്വാസം അവനെനിക്കുണ്ട്, അവനവൻ്റെ രാജ്യസ്നേഹം. ഈ ഓരോ ഇന്ത്യക്കാരനും ഓരോ ഇന്ത്യൻ പൗരനും രാജ്യത്തോട് കൂറുണ്ട്, പ്രതിബദ്ധതയുണ്ട്. ചിലപ്പോൾ നിങ്ങളായിരുന്നു ഒഴിവായിരിക്കും. ഒരു പ്രത്യയശാസ്ത്രം ഉണ്ടല്ലോ, സംഘികളെന്ന് പറയുന്ന സാധനം, അവർ ചിലപ്പോൾ ഇതിൽ നിന്ന് ഒഴിവായിരിക്കും. കാരണം കണ്ടിടത്തോളം നിങ്ങൾ കണ്ടു. അതുകൊണ്ട്
ഈ രാജ്യവും ഈ നാട്ടുകാരും ഈ രാജ്യവും ഈ ജനങ്ങളും ഒക്കെ കണ്ടിടത്തോളം കണ്ട് അവർ മനസ്സിലാക്കിയവരാണ് അവരുടെ രാജ്യസ്നേഹം എന്താ. അതുകൊണ്ട് വല്ലാണ്ട് ഈ തൂക്കിപ്പടക്കുന്ന മനുഷ്യന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു വിഭാഗത്തെ മാത്രം ഉന്നമനമായിട്ട് നോക്കിയിട്ട് അവരുടെ വിശ്വാസവും രാജ്യസ്നേഹം നടക്കാൻ പോണ്ട. ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങോട്ടേക്കല്ല ആദ്യം ഒന്ന് നോക്ക്. നമ്മൾ അളക്കാൻ വരുന്നതിന് മുമ്പ് നിങ്ങളിലേക്കൊന്ന് ചൂണ്ടിയിട്ട് അവനവൻ്റെ വിശ്വാസം ആദ്യം ഒന്ന് ഊട്ടി ഉറപ്പിച്ചു കൊടുക്കുക. അവനെ കൊണ്ട് ചാണം തീറ്റിക്ക്, ഔഷധങ്ങൾ വരട്ടും, എന്നിട്ട് മതി മയക്കും പിടിച്ച് നടക്കല്. ഒരു പണിയില്ല അല്ലേ? എന്താ ഓരോ ദിവസം കഴിഞ്ഞ രാജ്യത്തിൻ്റെ ഓരോ പോക്ക്. ഒരു വിഷയം വേണ്ടേ? അതുകൊണ്ട് അങ്ങനെ നടക്കുക. എന്തൊക്കെ ഒരു വിഷയത്തിൽ അലമ്പുണ്ടാക്കണ്ടേ? അതുകൊണ്ട് എന്തോ കിട്ടുമെന്ന് നോക്കിയിട്ട് ഇങ്ങനെ നടക്കുക. എന്താ ചെയ്യുക? ഇനി സമീപഭാവിയിൽ നമ്മുടെ ഭാരതാംബയുടെ ഇന്ത്യയുടെ മുഖം എത്രത്തോളം ഉണ്ടാകുമെന്ന് കണ്ടറിയാം ഞാനും നിങ്ങളും. അത്രേ പറയാനുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോസായി വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.